നമ്മള് ഒരു പാർട്ട്ണർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അട്ടർ ഫ്ലോപ്പ് ആയിട്ട് പോകും നമ്മുടെ ഒരു മാരിറ്റൽ ലൈഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഫ്ലോപ്പായി പോകണോ, എൻ്റെ പാർട്ട്ണർ എനിക്ക് ഒത്ത പോലെ അല്ല എന്ന് തോന്നിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ സിനിമയും അല്ലെങ്കിൽ കുറേ പാട്ടുകളും കുറേ ലവ് സീനും അങ്ങനെ കുറേ ഇമാജിനേഷനിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അല്ലേ? ഒരു ഫാൻറ്റസി വേൾഡാണ് നമ്മുടെ റൊമാൻസിനെ കുറിച്ചിട്ടായാലും നമ്മുടെ ഒരു മാരിറ്റൽ ലൈഫിനെ കുറിച്ചിട്ടായാലും നമ്മുടെ പാർട്ട്ണറെ കുറിച്ചിട്ടായാലും കുറേ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പാർട്ട്ണറെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫാൻറ്റസി വേൾഡിലൂടെ നമ്മുടെ മാരിറ്റൽ ലൈഫ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് എന്നൊക്കെ പറയുന്ന അട്ടർ ഫ്ലോപ്പ് ആവും. അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പാർട്ട്ണർ അത്ര പോരാ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട്, എൻ്റെ സെലക്ഷൻ പോരാ, ഇത് വേണ്ട, ഇത് ബ്രേക്കപ്പ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തോന്നും. എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടൊരു വേൾഡിലൂടെ വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ പാർട്ട്ണറെ സെലക്ട് ചെയ്യാം? ഓരോരോ സ്റ്റേജ് ഉണ്ട്, അതിനെ നമുക്ക് എല്ലാം നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മീറ്റ് ആണ് അല്ലേ? ആ ഒരു ഫസ്റ്റ് മീറ്റിലാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് മീറ്റ് ആണല്ലോ. ഫസ്റ്റ് മീറ്റ് എങ്ങനെയോ ആവാം, മേ ബി സോഷ്യൽ മീഡിയ ത്രൂ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് പോയിട്ടുള്ള കണക്ഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ കോളേജിലായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് സ്പേസിലായിരിക്കാം. അങ്ങനെ എങ്ങനെയോ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് വരും അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, ആ ഒരു അട്രാക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പരസ്പരം കണക്റ്റഡ് ആണോ? നിങ്ങളുടെ സംസാരങ്ങൾ എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം, നിങ്ങൾ പരസ്പരം കണക്ഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്യുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ടോക്കിലൂടെ, ആ സംസാരത്തിലൂടെ കണക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ സ്റ്റേജ് ആണ് അല്ലേ? നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റേജാണ്. അവിടെ ആ ഒരു ഇൻട്രാക്ഷൻ സ്റ്റേജിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഫിസിക്കലും അല്ലെങ്കിൽ അപ്പിയറൻസും, കാണാൻ ലുക്കുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ടോട്ടൽ ബിഹേവിയറും അപ്പിയറൻസും ലുക്കും ബോഡിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടും. അവിടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇംപ്രഷൻ കൊണ്ടുവരിക, എന്നിൽ അവർ ഇംപ്രസ്ഡ് ആയിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടും. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ, ആ പാർട്ട്ണറിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ്സും ഒന്നും നമ്മൾ കാണില്ല. എന്തൊക്കെ കുറവുകളുണ്ട് അതൊന്നും കാണില്ല. നമ്മൾ ഇംപ്രസ് ചെയ്യാനുള്ള തത്രപ്പാടിലായിരിക്കും ആ ഒരു സമയത്ത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഒന്ന് കുറച്ച് ശാന്തമാവും. ഒരു ഹോർമോൺ ഏർജ് ഒന്നും അപ്പം സംഭവിച്ചോളണമെന്നില്ല. അപ്പം നമ്മുടെ ക്യൂരിയോസിറ്റി ഒക്കെ മെല്ലെ കുറയും, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ മെല്ലെ കുറയും. അവിടെ നമ്മൾ ചിന്തിക്കുക എന്താണ്, ഈ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ, ഈ വ്യക്തിയുമായിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയിലോട്ടോ, റിയലിസ്റ്റിക് ചിന്തയിലോട്ട് നമ്മൾ വരും. അവിടെയാണ് നമ്മൾ സത്യത്തിൽ റിയലിസ്റ്റിക് ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മൾ സത്യാവസ്ഥ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. ഈ ഒരു സ്റ്റേജാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് മാറുന്നതും കാര്യങ്ങൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നോക്കിക്കാണാനും തുടങ്ങുന്നത്. നാലാമത്തെ ഒരു സ്റ്റേജിൽ വരുന്നത് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലേ? നമ്മുടെ ജീവിത ശൈലിയെ കുറിച്ചിട്ട്, നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് എല്ലാം നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ലൈഫിലെ ഗോൾസിനെ കുറിച്ചിട്ട്, നമ്മുടെ ഡ്രീംസിനെ കുറിച്ചിട്ട്, നമ്മുടെ ഫാമിലിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിലേക്കുള്ള എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഫോർത്ത് സ്റ്റേജിലായിരിക്കും. പക്ഷെ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴാണ് ആ ഒരു ഹാൻഡ്ലിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം വിരുദ്ധതയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ വരും. നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിലായാലും, കരിയർ പ്ലാനിങ്ങിലായാലും, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലായാലും, എല്ലാതും ഹാബിറ്റ്സിലായാലും ഒക്കെ വ്യത്യാസങ്ങൾ വരും. അതൊക്കെ കൈകാര്യം ചെയ്ത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ്. പിന്നെ എത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും, ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും, ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആവണം നമുക്ക് അല്ലേ? അപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ, ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതോ റിലേഷൻഷിപ്പിലും ഇമോഷണലി ഫിസിക്കലി അവൈലബിൾ ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളൊരു കാര്യം, ഫസ്റ്റ് നമ്മളെ ലുക്കിൽ നമുക്കൊരു അട്രാക്ഷൻ വരെ സ്വാഭാവികമാണ്. അത് മേ ബി സൗന്ദര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അത് വിശ്വസിച്ചിട്ട് ലൈഫ് ടൈം ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ നമ്മൾ നിൽക്കരുത്. ഒരിക്കലും
ഒരിക്കലും ഫസ്റ്റ് മീറ്റിൽ നമുക്ക് ഒരാളെ മൊത്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരാളെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ എടുക്കും. അത് നിങ്ങൾ റിയലിസ്റ്റിക് മൈൻഡിലൂടെ ചിന്തിക്കണം. ഒരാളെ മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് മീറ്റ് പോരാ, നമ്മൾ കുറച്ച് ദിവസം എടുത്തിട്ടായിരിക്കും ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പാർട്ട്ണറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കൺട്രോൾ ബിഹേവിയർ ഉള്ള ഒരു സ്വഭാവക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ നോ പറഞ്ഞേക്കുക. നിങ്ങൾ എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളെ ഇഷ്ടങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാത്ത, അത് വേണ്ട ഇത് മതി എന്നൊക്കെ പറയുന്ന ശാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണെന്നുണ്ടെങ്കിൽ, ഗേൾ ഓർ ബോയ് ആരുമാവട്ടെ, പാർട്ട്ണർ അത്തരക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ സെക്ഷുവൽ ബിഹേവിയർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, സെക്ഷലി ഉള്ള നീഡ്സ് മാത്രമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, വേറെ യാതൊരു വിധ കമ്മിറ്റ്മെന്റും ഇല്ല, സെക്ഷൽ ബിഹേവിയറിലൂടെയാണ് പെരുമാറ്റം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചാറ്റുകളാണ്, മെസ്സേജസുകളാണ്, കോളുകളാണ്, അത് മാത്രമാണ് ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ളെങ്കിൽ അപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആൾ അവൈലബിൾ അല്ലാണ്ടിരിക്കുക, നിങ്ങളുമായിട്ട് യാതൊരു കമ്മിറ്റ്മെന്റും കാണിക്കാണ്ടിരിക്കുക. അത്തരം വ്യക്തികളായിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും ഞാൻ പറയുന്നത് ഫസ്റ്റ് മീറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനെ ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഏതൊരു വ്യക്തിയുമായിട്ടും നല്ല ഡീപ്പായിട്ട് ഒരു കണക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ബോണ്ട് വരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ദൃഢമാവണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ദിവസങ്ങളെടുക്കും, സമയമെടുക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ പല പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോയാലാണ് അയാൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഒത്തൻറ്റിക് ആയിട്ട് അയാൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നമ്മൾ സാഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ ദേഷ്യം വരുന്ന സമയത്തോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അയാൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അവള് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എപ്പോഴും പല പല സിറ്റുവേഷനിലൂടെ, പല പല മൂഡിലൂടെ, പല പല ഇമോഷൻസിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇംപ്രഷൻ വേണമല്ലോ, അല്ലെങ്കിൽ ഇംപ്രസ്ഡ് ആവണം എന്ന് പറഞ്ഞിട്ട് പല പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും പലരും. എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലോ, മനഃപൂർവ്വം നല്ല രീതിക്ക് പെരുമാറുന്നതാണെന്നുണ്ടെങ്കിലോ, അയാൾ അങ്ങനെ ആയില്ലെങ്കിലോ, ഒത്തൻറ്റിക്കലി അയാൾ അങ്ങനെ ഇല്ലെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് മീറ്റിന് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്, എപ്പോഴും ദിവസങ്ങളും സമയങ്ങളും എടുക്കും എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഒരുപാട് ഡേറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ പല ഡേറ്റിംഗ് ആപ്പുകൾ വഴിയൊക്കെ പരിചയപ്പെട്ട് ഡേറ്റ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒത്തിരി റിജക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളവരും ഉണ്ടായിരിക്കും. അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊട്ടും വാല്യൂ ഇല്ലാത്തവരാണ്, നിങ്ങൾ മോശമാണ്, ഞാൻ സെക്സ് അല്ല, ഞാൻ ലുക്കില്ല, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, വിദ്യാഭ്യാസമില്ല, ഞാൻ പോരാ എന്നൊന്നും നിങ്ങളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഇഷ്ടങ്ങളല്ല ആ കുട്ടിയുടേത്. അപ്പോൾ ആ കുട്ടിയുമായിട്ട് എനിക്ക് മാച്ചായി പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സഫർ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരുമിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടൊക്കെയാണ് റിജക്ഷൻ വരുന്നതെന്ന് മനസ്സിലാക്കുക. നല്ല ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്വഭാവം ഒരുപോലെ ആവാന്ന് പറയുന്ന വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല, അല്ലേ? അപ്പോൾ രണ്ട് സിറ്റുവേഷനിലൂടെ കടന്നു വന്ന രണ്ട് വ്യക്തികളാണ്. പല പല ക്യാരക്ടറിലും ബിഹേവിയറിലും പല പല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാം കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ്സ് നമ്മൾ എപ്പോഴും എടുത്ത് കാണുക. അപ്പോൾ വഴക്കുണ്ടാകുമ്പോൾ അത് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ, വഴക്കുണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്, പക്ഷെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അതിലൊക്കെയാണ് കാര്യമുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും അതിലൊന്നുമല്ല കാര്യം. അപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരാളെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കാത്തിരിക്കുന്നുണ്ടായിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക. ഓക്കെ.